എല്ലാവരും ഉണ്ടാക്കുന്നുണ്ട്. നമുക്കും ഉണ്ടാക്കി കളയാം. സൗദി ഡിഷായിട്ടുള്ള മഹ്മൂസ് ഖുതൈഫി. പേര് പോലെ അത്ര ഡിഫിക്കൽട്ട് അല്ലാട്ടോ ഉണ്ടാക്കാനായിട്ട്. ആദ്യം തന്നെ ഒലീവ് ഓയിൽ ചേർത്ത് കൊടുക്കുക. ഒരു ചിക്കന് വേണ്ടിയിട്ട് ഒരു 5 സവാള എടുക്കുക. കുരുകുരാന്ന് കട്ട് ചെയ്യുക. അതിനുശേഷം ഇങ്ങനെ ഇളക്കിക്കൊണ്ട് ഇതേപോലെ കാരമലൈസ് ചെയ്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇളക്കി ഇതുപോലെ ചോക്ലേറ്റി കളറാക്കണം. പട്ട, ഗ്രാമ്പു, ഏലക്ക, ബേ ലീവ്സ് ഇതെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 2 ഉണക്ക നാരങ്ങ, ചിക്കൻ, ഉപ്പ് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ചൂടുവെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ഗാർലിക് ഇതേപോലെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ട്ടോ. പിന്നെ ടൊമാറ്റോ പ്യൂരി ഇഫ് യു വാണ്ട്. എന്നിട്ട് ക്ലോസ് ചെയ്ത് അരമണിക്കൂർ വേവിക്കണം. ശേഷം നമുക്ക് ഈ ചിക്കനെയൊക്കെ ഒന്ന് മാറ്റി വെക്കാം. ഒന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് ട്ടോ. ബാക്കിയുള്ള ഇതേപോലെ ഈ ഉള്ള വെള്ളം ഒന്ന് മെഷർ ചെയ്തെടുക്കണം. ബസ്മതി റൈസ് ഞാൻ എടുത്തിട്ടുണ്ട്. അരമണിക്കൂർ സോക്ക് ചെയ്തതാണ്. അപ്പോൾ 1 കപ്പിന് 1 1/2 കപ്പ് എന്നുള്ള രീതിയിൽ വെള്ളം വേണം. സോ അത് മെഷർ ചെയ്ത് കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. മിക്സ് ഇറ്റ് വെൽ. അതിനുശേഷം ഒന്ന് അടച്ചു വെക്കുക. ഒരു 10 മിനിറ്റ്സ് ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. നമ്മുടെ ഡിഷ് ഇവിടെ റെഡിയാണ് ട്ടോ. പിന്നെ നമുക്കൊന്ന് വറുത്തെടുക്കണ്ടേ ചിക്കൻ. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് അറബിക് ഗീ ആണ് ട്ടോ. അതിൽ നന്നായിട്ടൊന്ന് പൊരിച്ചെടുത്തിട്ടുണ്ട്. ശേഷം എല്ലാം കൂടി ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അടച്ചു വെച്ച് ഞാൻ ഒരു 10, 15 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് ദം ചെയ്തെടുത്തു കേട്ടോ. അപ്പോൾ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഡിഷ് ഇവിടെ റെഡിയായി. പിന്നെ ഒരു ഡിസ്ക്ലൈമർ ഉണ്ട്. എല്ലാവർക്കും ഈ ടേസ്റ്റ് ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ. അതുകൊണ്ട് ഉണ്ടാക്കി നോക്കുന്നുണ്ടെങ്കിൽ കുറച്ച് ഉണ്ടാക്കി നോക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഹോം മെയ്ഡ് ആയിട്ടുള്ള ആ ഒരു മയണൈസിൽ നമ്മുടെ ബട്ടറി ആയിട്ടുള്ള ഈ ഒരു ഗാർലിക്കും ചിക്കനും റൈസും ഒക്കെ കൂടി നല്ല ടേസ്റ്റാണ്. എന്തായാലും ഒരു വട്ടം ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം.